ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നൈറ്റ് ടു മിഡ് നൈറ്റ് വരെയുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, രാത്രി മുതൽ ഉറങ്ങുന്നത് വരെ, അതായത് ഇപ്പോൾ ഞാൻ പാതിരാക്കാണ് ഇപ്പോൾ ഉറങ്ങാറ്. സോ അതുവരെ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടാണുള്ളത് കേട്ടോ. ഒരു കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചായ കുടിക്കണം. എനിക്ക് രാത്രി ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചായ കുടിക്കാൻ തോന്നും. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ചായ കുടിക്കാം. ചായ ഉണ്ടാക്കണം, ഉണ്ടാക്കിയിട്ട് ചായ കുടിക്കാം. ഗൈസ്, നമുക്ക് കിച്ചണിലോട്ടേക്ക് പോവാം ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഗൈസ്, ഇതാണ് എൻ്റെ പൂരിയും നല്ല ബാജിക്കറിയും ഉണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാം. ചായ കുടിച്ച് പകുതിയായി. പൂരിയും പച്ചക്കറിയും കഴിച്ചു നോക്കാം. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നല്ല പടക്കം പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ ഉണ്ട്. അവിടെ ന്യൂ ഇയർ ആണല്ലോ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് കഴിച്ചിട്ട് വരാം. ബൈ ബൈ. കഴിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമുക്കിത് പുറത്ത് പോകാം. എന്താ പരിപാടി? ഇവിടുന്ന് പക്ഷെ കാണില്ല. ആകാശത്ത് ഇങ്ങനെ ലൈറ്റൊക്കെ മിന്നി മറിയുന്നത് മാത്രം കാണുന്നുണ്ട്. അപ്പുറത്തെ കര, അക്കരയിൽ നിന്ന് പൊട്ടിക്കുന്ന കേട്ടോ. അക്കര മീൻസ് പാമ്പരുത്തിയാണ്. അപ്പോൾ അവിടെ നിന്ന് പൊട്ടിക്കുന്നൊന്നും കാണുന്നില്ല. പക്ഷെ നമ്മൾ ഏറ്റവും ടോപ്പിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് ഒന്നുമേ കാണില്ല. ആകാശങ്ങളൊക്കെ ഇങ്ങനെ മിന്നി മറിയുന്നുണ്ട്, അത് മാത്രം കാണുന്നുണ്ട്. ഗൈസ്, ഇതിവിടെ സിറ്റ് ഔട്ടാട്ടോ. ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഗൈസ്, ഇവിടെ ഇപ്പം ഞാനും അനിയത്തിയും ഉമ്മയും ഉറങ്ങിയില്ല. ഉപ്പാക്കും അമ്മയ്ക്ക് നല്ല ഉറക്കാട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പടക്കം പൊട്ടുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 12 മണിക്കാണ് സിറ്റ് ഔട്ടിൽ വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയാട്ടോ ഇരുട്ട രാത്രി. എന്നിട്ടാണ് ഇവിടെ വന്നിരിക്കണത്. സോ പേടിയൊക്കെ ഉണ്ട്, ബട്ട് നോ പ്രോബ്ലം. കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ട് പോവാ. അപ്പം ഞാനെന്നാൽ അകത്തോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അധികം പുറത്തേക്കുന്നത് പന്തിയല്ല. സോ ഡോർലോക്ക് ചെയ്യാം. ഇതാണ് എൻ്റെ റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങളെല്ലാവരും കണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. സോ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം പുതിയൊരു ദിവസമാണ്. നേരത്തെ ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചാൽ, ബട്ട് ടൈം ലേറ്റായി ഗൈസ്. അപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കി വെക്കണം. അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊക്കെയാണ് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത്, പിന്നെ സിറ്റ് ഔട്ടിൽ നിന്ന്. സോ അതിൻ്റെ കോലാഹലങ്ങളാണ് ഈ കാണുന്നത്. കണ്ടില്ല, എല്ലാ ഡ്രസ്സുണ്ട് ഇവിടെ. സോ പിന്നെ ഇവിടെ പറയാനാണെങ്കിൽ കോസ്മെറ്റിക്സ് ഒക്കെ ഉണ്ട്, സ്പെക്സ്, ലിപ്സ്റ്റിക്ക് ഒക്കെ ഉണ്ട്. മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര അലങ്കോലമായിട്ടാണ് ഉള്ളത്. സോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ക്ലീനൊക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കാം. കാരണം പുതിയൊരു വർഷം തുടങ്ങിയില്ലേ. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ഫുള്ളൊന്ന് റെഡി ആക്കിയിട്ട് കിടന്നുറങ്ങാമെന്നാണ്. സോ നമുക്കത് ചെയ്യാം. ഈ ഏരിയ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഷെൽഫിൽ ഡ്രസ്സ് മുഴുവൻ ഇവിടെയാണതെന്നാണ് തോന്നുന്നു കഴിഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഡയറി ഉണ്ടായപ്പോൾ താഴേക്ക് എടുക്കേണ്ട ചാർജറായിട്ടിത്, പിന്നെ ഫോണുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ ക്ലീൻ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിവിടെ ടൈലർ മെഷീൻ്റെ മേലെ കുറച്ച് ഐറ്റംസ് ഉണ്ട്, അത് ക്ലീൻ ചെയ്യണം. ഏകദേശം ഞാനൊന്ന് ഒതുക്കി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ച് ഐറ്റംസിൻ്റെ താഴേക്ക് കൊണ്ടുപോകാനുണ്ട്. സോ കുറച്ചൊന്ന് ഒതുക്കി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ബെഡും കുറച്ച് ഒതുക്കി സെറ്റാക്കിയിട്ടുണ്ട്. ആ ഡ്രസ്സൊക്കെ താഴേക്ക് പോകേണ്ടതാണ് കേട്ടോ. ആ ബാഗും ഡയറി കാര്യങ്ങളൊക്കെ താഴേക്ക് പോകേണ്ടതാണ്. അപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞാൽ നീറ്റാവും. അപ്പോൾ ഗൈസ്, ഏകദേശം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് 2-3 വീഡിയോസ് ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ വേഗം പോയിട്ട് ഇത് ഷൂട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിച്ചു കിടന്നുറങ്ങാമെന്ന്. അപ്പോൾ അതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാനുണ്ട്. സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ ചെയ്ത് ഒരു ലൈമും കുടിച്ച് എന്നിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതാ ഫസ്റ്റ് തന്നെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് മുഖം കഴുകാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. മുഖം കഴുകിയിട്ട് വരാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്നു. ഇപ്പോൾ അതിന് സ്കിൻ കെയർ റൂട്ടീൻ ചെയ്തിട്ട് വരാം. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയതാണ്. സോ ഞാൻ ഐക്കാർട്ടിൽ ഞാനതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ എല്ലാവരും അതിലേക്ക് കയറി കാണാം. നമുക്കിനി ലൈമും കൂടെ കുടിക്കുക. എനിക്ക് ഇങ്ങനെ രാത്രി ഇങ്ങനെ ഫുഡ് ക്രേവിങ്സ് വരും.
ലൈം കുടിക്കുക, അല്ലെങ്കിൽ മധുരമുള്ള എന്തെങ്കിലും കഴിക്കുക, അങ്ങനെയൊക്കെ. സോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് പോയിട്ട് ഉറങ്ങാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചൊട്ടിക്കാനും മറക്കരുത്. പിന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരുണ്ടാവും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, കയറി ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം താഴേക്ക് പോവാം. ഗൈസ്, വീണ്ടും ഞാൻ കിച്ചണിലോട്ടേക്ക്. ഇപ്പോൾ ഞാൻ സമയം കാണിച്ചത് നിങ്ങൾക്ക്. ലൈം കുടിച്ചിട്ട് ഉറങ്ങാം. അപ്പോൾ ഗൈസ് നമുക്ക് ലെമൺ എടുക്കാൻ പോവാം. അപ്പോൾ നമ്മൾ വേറൊരു കിച്ചൺ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഫ്രിഡ്ജ് തുറന്നു. ആൻഡ് വി ആർ ടേക്കിംഗ് ലെമൺ. അപ്പോൾ ഇതാ നല്ല വലിയ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇനി വെള്ളം എടുക്കണം. തണുത്ത വെള്ളം എടുത്തു. സോ നമുക്കിനി തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. ഇങ്ങോട്ടേക്ക് വന്നിട്ട് നമുക്ക് ലൈം കുടിച്ച് നോക്കാം. ഹൗ ഈസ് ഇറ്റ് എന്നറിയത്തില്ലല്ലോ. ഓക്കെയാണ്. ഞാനിനി ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.